ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു, പക്ഷേ മറുപടി ലഭിക്കില്ല എന്ന് തോന്നുന്നു. അത്തരം നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന് ശക്തിയും പ്രത്യാശയും നൽകുന്നത് ദൈവവചനമാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള നിരവധി വിശ്വാസികൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ രീതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് 33 തവണ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. പലരും ഇതിലൂടെ സമാധാനവും ആത്മീയ ശക്തിയും പ്രത്യാശയും ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ രഹസ്യം എന്താണ്? 33 എന്ന സംഖ്യയ്ക്ക് എന്താണ് പ്രത്യേകത? ഇന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. 33 എന്ന സംഖ്യ ക്രൈസ്തവ വിശ്വാസത്തിൽ അർത്ഥവത്തായ ഒരു സംഖ്യയായി പലരും കണക്കാക്കുന്നു. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഏകദേശം 33 വർഷങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 33 എന്ന സംഖ്യ യേശുവിൻ്റെ ജീവിതത്തെയും സ്നേഹത്തെയും ത്യാഗത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ആത്മീയ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഒരു സംഖ്യയുടെ ശക്തി കൊണ്ടല്ല. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലും നമ്മുടെ വിശ്വാസത്താലുമാണ്. ഇപ്പോൾ നമുക്ക് ധ്യാനിക്കാവുന്ന ശക്തമായ 2 ബൈബിൾ വചനങ്ങൾ നോക്കാം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. ഫിലിപ്പിയർ 4:13. മറ്റൊന്ന്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. സങ്കീർത്തനം 23:1. ഈ 2 വചനങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. പക്ഷേ വചനം വെറുതെ ആവർത്തിക്കുകയല്ല വേണ്ടത്. ഓരോ തവണ പറയുമ്പോഴും അതിൻ്റെ അർത്ഥം ഹൃദയത്തിൽ സ്വീകരിക്കണം. ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ ജീവിതം അവിടുത്തെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാവിലെ എഴുന്നേറ്റ ശേഷമോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ശാന്തമായ ഒരു സമയം തിരഞ്ഞെടുക്കുക. ഒരു നോട്ട്ബുക്കും പേനയും എടുക്കുക. ശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത ദൈവവചനം 33 തവണ എഴുതുക. ഓരോ തവണ എഴുതുമ്പോഴും ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിൽ ധ്യാനിക്കുക. മറ്റൊന്ന്, ശാന്തമായ സ്ഥലത്തിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. ശേഷം തിരഞ്ഞെടുത്ത ദൈവവചനം 33 തവണ പതുക്കെ പ്രാർത്ഥിക്കുക. ഓരോ വാക്കും ഹൃദയത്തിൽ നിന്നാകണം വരേണ്ടത്. ഇവിടെ പ്രധാനമായത് എണ്ണമല്ല, പ്രധാനമായത് വിശ്വാസമാണ്, ദൈവത്തോട് സമർപ്പണമാണ്, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. കടുകു മണിയോളം എങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ദൈവം അസാധ്യമായ വഴികളും തുറന്നു തരാൻ കഴിയും. ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അത് രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, കുടുംബ പ്രശ്നമായിക്കൊള്ളട്ടെ, ജീവിതത്തിലെ പ്രതിസന്ധിയാകട്ടെ, ഒരു കാര്യം മറക്കരുത്, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്നു മുതൽ ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. 33 തവണ ദൈവവചനം ധ്യാനിക്കുന്നത് ഒരു മാന്ത്രിക ക്രിയയല്ല, മറിച്ച് ദൈവ സാന്നിധ്യത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കാനും വിശ്വാസത്തിൽ വളരാനും സഹായിക്കുന്ന ഒരു ആത്മീയ അഭ്യാസം മാത്രമാണ്. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും പ്രത്യാശയും പുതിയ ശക്തിയും അനുഗ്രഹങ്ങളും നിറയട്ടെ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യും. ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹവും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ആമേൻ.